അസ്സലാമു അലൈക്കും. ഞാൻ അബു റിഫാസ്. പ്രഗ്നൻസി ആൻഡ് പാരന്റിംഗ് ടിപ്സിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യാനും എല്ലാവരോടും അഭ്യർത്ഥിക്കുന്നു. ഒരു സ്ത്രീയുടെ ശരീരം ഗർഭധാരണത്തിന് റെഡിയാവുന്നത് അവളിൽ അണ്ടവിസർജനം അഥവാ ഓവുലേഷൻ നടക്കുന്നതോടെയാണ് എന്ന് നമുക്കറിയാം. സാധാരണ അവസ്ഥയിൽ ഗർഭധാരണ തടസ്സങ്ങളൊന്നുമില്ലാത്ത ഒരു സ്ത്രീയിൽ, കൃത്യമായി ആർത്തവ സൈക്കിളുള്ള ഒരു സ്ത്രീയിൽ, അവളുടെ ആർത്തവ സൈക്കിളിൻ്റെ മധ്യത്തോടടുത്താണ് ഓവുലേഷൻ എന്ന പ്രക്രിയ നടക്കുന്നത്. ആ സമയത്ത് ആരോഗ്യമുള്ള ഒരു അണ്ടം സ്ത്രീയുടെ അണ്ടാശയത്തിൽ നിന്ന് പുറത്തു വരികയും അത് ഫെലോപ്പിയൻ ട്യൂബിൽ എത്തുകയുമാണ് ചെയ്യുന്നത്. ഇവിടെ വെച്ചാണ് അണ്ടം ബീജവുമായി സങ്കലനം നടക്കുന്നത്. ഈ ഓവുലേഷൻ കൃത്യമായി നടക്കുക എന്നത് സ്ത്രീയെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനമാണ്. അവളിലെ ഗർഭധാരണത്തിന് ഇത് മുഖ്യവുമാണ്. ഓവുലേഷൻ കൃത്യമായി തിരിച്ചറിയാനും മനസ്സിലാക്കാനും ഒരു സ്ത്രീക്ക് കഴിഞ്ഞാൽ ഗർഭധാരണത്തിനായി ആഗ്രഹിക്കുന്നവർക്ക് ലൈംഗിക ബന്ധത്തിന് ഏറ്റവും അനുയോജ്യമായ സമയം തിരഞ്ഞെടുക്കാം എന്നതിനേക്കാൾ ഉപരി തൻ്റെ ഫെർട്ടിലിറ്റി ചാൻസ് ഉയർന്നു നിൽക്കുന്നു എന്ന ഒരു ആത്മവിശ്വാസം അവർക്ക് നിലനിർത്താനും ഇതിലൂടെ കഴിയും. ഗർഭധാരണം വൈകുമ്പോൾ തനിക്കെന്തെങ്കിലും കാര്യമായ പ്രശ്നമുണ്ടാകുമോ എന്നതാണ് ഏറെ പേരിലും ഉണ്ടാകുന്ന ഒരാശങ്ക. വിവാഹം കഴിഞ്ഞാൽ കുറച്ചു മാസങ്ങൾ കഴിഞ്ഞാൽ തന്നെ, അല്ലെങ്കിൽ ഒരു കൊല്ലം കഴിഞ്ഞാൽ തന്നെ മറ്റുള്ളവർ ചോദ്യം തുടങ്ങും, എന്തേ കുട്ടികളൊന്നും വേണ്ടേ എന്ന്. തുടർച്ചയായി കുറച്ചുപേര് ഇതേ ചോദ്യം ആവർത്തിക്കുമ്പോൾ കേൾക്കുന്ന ആൾക്ക് തന്നെ തോന്നി തുടങ്ങും, തനിക്കോ തൻ്റെ ഭർത്താവിനോ എന്തോ കുഴപ്പമുണ്ട്, അതുകൊണ്ടാണ് ഗർഭധാരണം നടക്കാത്തത് എന്ന്. ഗർഭധാരണം നടക്കാത്തതിലുള്ള ഈ പിരിമുറക്കം മതി തുടർന്നുള്ള കാലങ്ങളിൽ ഗർഭധാരണം വൈകിക്കാൻ. അതിനാൽ തന്നെ ഓവുലേഷനെ കുറിച്ചൊക്കെ കൃത്യമായി അറിയുന്ന ഒരു സ്ത്രീക്ക് തൻ്റെ ആർത്തവ ചക്രത്തിലെ പാതിയിൽ തന്നെ ഓവുലേഷൻ നടക്കുന്നത് അറിയാനും മനസ്സിലാക്കാനും കഴിഞ്ഞാൽ അവരെ സംബന്ധിച്ച് അത് ഏറ്റവും ഗുണപരമായ കാര്യമാണ്. മറിച്ച് ഓവുലേഷൻ മനസ്സിലാക്കാൻ കഴിയാതെ വരുമ്പോൾ കൂടുതൽ ആശങ്കകൾ ഉണ്ടാകും എന്നുറപ്പാണ്. അണ്ടമുണ്ടോ, ട്യൂബിൽ ബ്ലോക്ക് ഉണ്ടോ, PCOS ഉണ്ടോ, ഇങ്ങനെയുള്ള ആദികളും മനസ്സിലേക്ക് കടന്നു വരും. ഗർഭധാരണം വൈകുന്ന ഒരു സ്ത്രീയെ സംബന്ധിച്ച് ഓവുലേഷൻ തിരിച്ചറിയുക എന്നത് വളരെ പ്രധാനമാണ് എന്നത് ഞാൻ ഈ പറഞ്ഞ കാര്യത്തിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് മനസ്സിലായി കാണുമല്ലോ. ഓവുലേഷൻ ലക്ഷണങ്ങളെക്കുറിച്ച് കുറേ കാര്യങ്ങൾ മുമ്പ് വീഡിയോകളിലൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഓവുലേഷൻ സമയത്തുണ്ടാകുന്ന വേദന ഇതിൽ പ്രധാനപ്പെട്ട ഒന്നാണ്. 5 സ്ത്രീകളിൽ ഒരാൾക്ക് എല്ലാ മാസവും അണ്ടോൽപാദന സമയത്ത് വേദന അനുഭവപ്പെടുന്നു എന്നതാണ് പഠനങ്ങൾ തെളിയിക്കുന്നത്. ഈ വേദന ഒരു സ്ത്രീ അനുഭവിക്കുന്നത് പോലെ അല്ല മറ്റൊരു സ്ത്രീ അനുഭവിക്കുന്നത്. ചില സ്ത്രീകൾക്ക് ആർത്തവത്തിന് മുന്നോടിയായി ഉണ്ടാകുന്ന വേദന പോലെ നേരിയ രീതിയിൽ വേദന അനുഭവപ്പെടുന്നു എങ്കിൽ ചിലരിൽ അടിവയർ ഭാഗത്ത് സൂചി കൊണ്ട് കുത്തുന്നത് പോലെയോ മറ്റോ അനുഭവപ്പെടുന്നു. നിങ്ങളുടെ ഓവറിയിൽ വളർച്ച പ്രാപിച്ച ഒരു അണ്ടം അത് ഉൾക്കൊള്ളുന്ന ഫോളിക്കൽ പൊട്ടുകയും അണ്ടം പുറത്തു വരികയും ചെയ്യുന്നത് കൊണ്ടാണ് ഈ വേദന അനുഭവപ്പെടുന്നത്. ഒന്നുകിൽ അണ്ടം പൊട്ടുന്നതിന് മുന്നേ ഫോളിക്കുകളിൽ വരുന്ന മാറ്റങ്ങൾ, അല്ലെങ്കിൽ അണ്ടോൽപാദനത്തിന് ശേഷം ഫെലോപ്പിയൻ ട്യൂബിൻ്റെയും അണ്ടാശയത്തിൻ്റെയും സങ്കോചങ്ങളായിരിക്കാം ഈ വേദനയ്ക്ക് പിന്നിലെ കാരണം എന്ന് പറയപ്പെടുന്നു. ഓവുലേഷൻ പെയിൻ ചിലർക്ക് നിമിഷങ്ങൾ മാത്രമാണ് എങ്കിൽ ചിലർക്ക് അത് മണിക്കൂറുകൾ നീണ്ടു നിൽക്കും. എന്നാൽ ചിലർക്ക് 2 ദിവസത്തോളം അനുഭവപ്പെടാം. ചിലർ ഈ വേദന അപ്പൻഡിസൈറ്റിസ് പോലെയുള്ള പ്രശ്നങ്ങൾ കൊണ്ടാണോ എന്നൊക്കെ തെറ്റിദ്ധരിക്കാറുണ്ട്. സ്ത്രീകളിൽ 2 അണ്ടാശയങ്ങൾ അഥവാ 2 ഓവറികൾ ഉണ്ടെന്ന് അറിയാമല്ലോ. ഈ 2 ഓവറികളിൽ നിന്നും ഒരേ സമയം അണ്ടം പൊട്ടുന്നത് അപൂർവമാണ്. ഓരോ മാസവും ഏതെങ്കിലും ഒരു ഓവറിയിൽ നിന്നാണ് അണ്ടം പൊട്ടുക. സാധാരണ രീതിയിൽ ഒരു മാസം വലത് സൈഡിലെ ഓവറിയിൽ നിന്നാണ് എങ്കിൽ അടുത്ത മാസം ഇടത് സൈഡിൽ നിന്നായിരിക്കും. അപ്പോൾ വേദന ഉണ്ടാകുന്നതും അതനുസരിച്ച് തന്നെയായിരിക്കും. വലത് സൈഡിൽ നിന്നാണ് വേദന അനുഭവപ്പെടുന്നത് എങ്കിൽ ആ സൈഡിലുള്ള ഓവറിൽ നിന്നാണ് അണ്ടം പൊട്ടുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാം. എന്നാൽ ചില സ്ത്രീകളിൽ എല്ലാ തവണയും ഒരേ ഭാഗത്ത് തന്നെ വേദന അനുഭവപ്പെട്ടു എന്ന് വരാം. അതേപോലെ വയറിൻ്റെ ഇരുവശത്തും ഒരേപോലെ വേദന അനുഭവപ്പെടുകയും ചെയ്യാം. ഈ വേദന ഓവുലേഷൻ പെയിൻ ആണ് എന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് അത് നിങ്ങളുടെ ആർത്തവ ചക്രത്തിൻ്റെ മധ്യത്തിലായിരിക്കും എന്നതാണ്. എന്നാൽ ഇറഗുലർ പീരിയഡുകാരിൽ ഓവുലേഷൻ ദിവസത്തിൽ മാറ്റമുണ്ടാകുന്നത് സ്വാഭാവികമാണ്. നമ്മൾ മുമ്പ് പറഞ്ഞിരുന്ന ആർത്തവ സൈക്കിള് ഡയറി എഴുതുന്നതിലൂടെ ഓരോ ആർത്തവ ചക്രത്തിലും വരുന്ന മാറ്റങ്ങൾ ഇങ്ങനെയുള്ളവർക്ക് തിരിച്ചറിയാൻ സഹായിക്കും. ആർത്തവം കഴിഞ്ഞ് ഏകദേശം ആർത്തവ ചക്രത്തിൻ്റെ മധ്യത്തോടടുത്തുള്ള ദിവസങ്ങളിൽ മലബന്ധം, ഹോർമോൺ ചേഞ്ച് കൊണ്ടുള്ള വയറ് വീർക്കൽ, സ്തനങ്ങളിൽ വേദന, അല്ലെങ്കിൽ സ്തനങ്ങൾ നിറഞ്ഞു നിൽക്കുന്നത് പോലെ ഓവുലേഷൻ സമയത്തുണ്ടാകുന്ന കട്ടിയുള്ള ഡിസ്ചാർജ്, ശരീരതാപം കൂടുക, ഇതൊക്കെ ഓവുലേഷൻ സമയത്തുണ്ടാകുന്ന മറ്റു ലക്ഷണങ്ങളാണ്. ഓവുലേഷൻ സമയത്ത് ചിലർക്ക് സ്പോട്ടിംഗ് ഉണ്ടാവുകയും ചെയ്യാറുണ്ട്.
ഓവുലേഷൻ സമയത്ത് ചിലർക്ക് സ്പോട്ടിംഗ് ഉണ്ടാവുകയും ചെയ്യാറുണ്ട്. ഓവുലേഷൻ പെയിൻ തിരിച്ചറിയപ്പെടാതെ പോകുമ്പോൾ മറ്റു വയറുവേദനയോ അതേപോലെ മറ്റെന്തെങ്കിലും വേദനയോ ആണെന്നൊക്കെ കരുതി പെയിൻ കില്ലറുകളോ മരുന്നുകളോ ഒന്നും കഴിക്കരുത്. ഇത് ഈ സമയത്ത് നടക്കുന്ന ഓവുലേഷൻ പ്രവർത്തനത്തെ ദോഷകരമായി ബാധിക്കും. സാധാരണ നോർമൽ അവസ്ഥയിലുള്ള ഓവുലേഷൻ പെയിൻ ഉള്ളവർക്ക് പ്രത്യേകിച്ചൊന്നും ചെയ്യേണ്ടതില്ല. എന്നാൽ വേദന കുറച്ച് അസഹ്യമാണ് എങ്കിൽ ഹോട്ട് വാട്ടർ നിറച്ച ബോട്ടിൽ അല്ലെങ്കിൽ ഹോട്ട് വാട്ടർ നിറച്ച ബാഗ് കൊണ്ട് അടിവേർ ഭാഗത്ത് നേരിയ ചൂട് നൽകാം. അതോടൊപ്പം ഇഞ്ചിയോ അല്ലെങ്കിൽ അയമോദകമോ ഇട്ട് തിളപ്പിച്ച വെള്ളം കുടിക്കുന്നതും വേദന കുറക്കാൻ സഹായിക്കും. ഈ ദിവസങ്ങളിൽ തണുത്ത വെള്ളം, തണുത്ത ഭക്ഷണങ്ങൾ ഒന്നും കഴിക്കാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുന്നത് അണ്ടവിസർജനം നല്ല രീതിയിൽ നടക്കാൻ സഹായിക്കും. നിങ്ങളുടെ ആർത്തവ ചക്രത്തിൻ്റെ മധ്യത്തിൽ അടിവയർ ഭാഗത്തുണ്ടാകുന്ന ഈ വേദനയും മലബന്ധവും ഒക്കെ നിങ്ങളിൽ ഓവുലേഷൻ എന്ന പ്രക്രിയ കൃത്യമായി നടക്കുന്നു എന്നതിൻ്റെ വ്യക്തമായ ലക്ഷണമാണ് നിങ്ങൾക്ക് മനസ്സിലാക്കി തരുന്നത്. ഓവുലേഷൻ പെയിൻ നിങ്ങളുടെ ഫെർട്ടിലിറ്റിയെ സൂചിപ്പിക്കുന്നു എന്ന് മാത്രമല്ല, വളരെ പെട്ടെന്ന് തന്നെ നിങ്ങൾ ഓവുലേറ്റ് ചെയ്യുന്നു അല്ലെങ്കിൽ ഓവുലേഷൻ നടക്കാൻ പോകുന്നു എന്ന് മനസ്സിലാക്കാൻ ഈ വേദന നിങ്ങളെ സഹായിക്കും. നിങ്ങൾ ഗർഭധാരണത്തിന് ശ്രമിക്കുന്നവരാണെങ്കിൽ മാറി മാറി വരുന്ന ഓരോ ആർത്തവ ചക്രത്തിലെയും ഈ പ്രത്യേക ദിവസം, അതായത് നിങ്ങളിലെ ഗർഭധാരണത്തിന് ശ്രമിക്കേണ്ട ഏറ്റവും അനുകൂല സമയം തിരിച്ചറിയാൻ ഇതിനേക്കാൾ നല്ല അടയാളം വേറെ ഒന്നില്ല. ഈ ഓവുലേഷൻ സമയം നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയുന്നില്ല എങ്കിൽ ഓവുലേഷൻ നടക്കാതിരിക്കാൻ കാരണമായ പ്രശ്നങ്ങൾ എന്തൊക്കെയാണ് എന്നും അവ പരിഹരിക്കാനും നിങ്ങളുടെ ഗർഭധാരണ ശേഷി ഉയർത്താനും വേണ്ടി ഈ ചാനലിലെ മുൻ വീഡിയോകളിൽ പറഞ്ഞ കാര്യങ്ങൾ കേൾക്കുക. തീർച്ചയായും ഇൻഷാ അല്ലാഹ് അവ നിങ്ങൾക്ക് ഉപകാരപ്പെടും. കൂടുതൽ വിശേഷങ്ങളുമായി മറ്റൊരു വീഡിയോയിൽ വരാം. എല്ലാവർക്കും നല്ലൊരു ദിവസം നേർന്നുകൊണ്ട് നിർത്തുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.